ഞാൻ സീക്രട്ട് ഏജന്റിന് വേണ്ടി പഠിക്കുമല്ല, പക്ഷേ ഇന്ന് വീട്ടിൽ മോനുണ്ട്, അത് കാരണം വീഡിയോ കാറിൻ്റെ ഉള്ളിലാക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് നല്ല വിൻഡിയാണ്, അപ്പോൾ ഒന്നും കേൾക്കാൻ പറ്റില്ല. കാർ ആകുമ്പോഴത്തേക്കും സേഫ് ആണ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് കേൾക്കാൻ പറ്റും. നിങ്ങൾ ഔട്ട്സൈഡ് കാനഡ ആണെങ്കിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ആദ്യമേ നിങ്ങൾ ഇങ്ങോട്ട് ഇമിഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് സ്കൂൾ ബസ് ഡ്രൈവറിൻ്റെ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് സ്കൂൾ ബസ് ഡ്രൈവറിൻ്റെ ജോബിന് പുറത്തുനിന്ന് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റണമെന്ന് എനിക്ക് അറിയത്തില്ല, അങ്ങനെ പറ്റുമോ എന്നും എനിക്കറിയില്ല. നിങ്ങൾ ഇനി ഇൻസൈഡ് കാനഡ ആണെങ്കിൽ ഓൺടാരിയോയിൽ എങ്ങനെയാണ് സ്കൂൾ ബസ് ഡ്രൈവർ ആവണമെന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. നിങ്ങൾക്കൊരു B ക്ലാസ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓൺടാരിയോയിൽ സ്കൂൾ ബസ് ഓടിക്കാൻ പറ്റുള്ളൂ. B ക്ലാസ് ലൈസൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ സ്കൂൾ ബസ് ഡ്രൈവിംഗ് ട്രെയിനിങ്ങും ചെയ്യണം, അതിൻ്റെ ഒരു ടെസ്റ്റും എഴുതണം. ഇനി B ക്ലാസ് ലൈസൻസ് നിങ്ങൾ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു G ക്ലാസ് ലൈസൻസ് ഇൻ കാനഡ വേണം. G ക്ലാസ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വീൽ ഡ്രൈവ് ആയിട്ടുള്ള സാധാരണ കാർസ് ഒക്കെ ഓടിക്കണതിൻ്റെ ഹയസ്റ്റ് ലെവൽ ഡ്രൈവിംഗ് ലൈസൻസ് ലെവലാണ് G ക്ലാസ്. ആ G ക്ലാസ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് B ക്ലാസ്സിന് MTOയുടെ റൂൾ അനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ലൈസൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആദ്യമേ നിങ്ങൾ G1 എഴുതേണ്ടി വരും. G1 എന്ന് പറഞ്ഞാൽ ലേണേഴ്സ് പെർമിറ്റ് ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് G2 കിട്ടും. G2 കിട്ടിക്കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമാണ് നിങ്ങൾക്ക് G ക്ലാസ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ആസ് പെർ MTO റൂൾ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് G ക്ലാസ് ലൈസൻസ് ഉണ്ടെങ്കിൽ തന്നെ സ്കൂൾ ബസ് കമ്പനീസിന് പല ഡിമാൻഡ്സ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ എൻ്റെ ഒരു കമ്പനിയിൽ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് G ക്ലാസ് ലൈസൻസ് മാത്രം പോരാ, പക്ഷേ 2 years ഓഫ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇൻസൈഡ് കാനഡ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ടാണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. നിങ്ങൾക്ക് G ക്ലാസ് ലൈസൻസും 2 years ഓഫ് വർക്ക് എക്സ്പീരിയൻസും നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിലും +2 ക്വാളിഫിക്കേഷൻ മതി ഇതിന്. നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യണതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീമെറിറ്റ് പോയിന്റ്സ് ഒന്നും പാടില്ല. നിങ്ങളുടെ ഡ്രൈവേഴ്സ് അബ്സ്ട്രാക്ട് അവർ ചോദിക്കും. അതിൽ നിങ്ങൾക്കൊരു ക്ലീൻ ഡ്രൈവിംഗ് റെക്കോർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ജോലി കിട്ടത്തുള്ളൂ. വൺസ് നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവർ തന്നെ നമ്മൾക്ക് B ക്ലാസ് ലൈസൻസ് എടുക്കാനുള്ള എല്ലാ ഹെൽപ്പും ചെയ്യും. 3 days ക്ലാസ് റൂം ട്രെയിനിങ്ങും 27 hours ഓഫ് ഡ്രൈവിംഗ് ലെസൺസും എനിക്ക് തന്നതിന് ശേഷം ഞാനൊരു ഡ്രൈവ് ടെസ്റ്റും ഒരു റിട്ടേൺ ടെസ്റ്റും എഴുതിയതിന് ശേഷമാണ് എനിക്ക് B ക്ലാസ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കൂൾ ബസ് ഓടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാനഡയിൽ ഒരു സ്കൂൾ ബസ് ഡ്രൈവർ ആവാൻ പറ്റുന്നത്. ഇനി ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്കൂൾ ബസ് ഡ്രൈവറിൻ്റെ ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. കാരണം ഇനി ഒരു 1 വീക്കും കൂടിയേ ഉള്ളൂ ഓൺടാരിയോയിൽ സ്കൂള്. ഇനി അത് സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇൻഡീഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ജോബ് പോസ്റ്റിംഗ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ബൈ ഗൈസ്.